ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. എൻ്റെ അമ്മ പണ്ട് ഉണ്ടാക്കി തന്ന അതേ സ്റ്റൈലിൽ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ചിക്കൻ ഞാൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. നല്ല വിനാഗിരി എല്ലാം ഒഴിച്ച് ഉപ്പെല്ലിട്ട് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഉപ്പും മുളകും മഞ്ഞളും മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അതങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇന്ന് ആക്കിയതാണ് മല്ലി പൊടിയല്ല, അതാ മല്ലി അങ്ങനെ തന്നെ. അതും പിന്നെ കാശ്മീരി മുളകും പിന്നെ ജീരകവും ഇത് കുരുമുളകും എല്ലാം കൂടെ വറുത്തിട്ട് വേറെ തന്നെ വെച്ചതാണ് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തേങ്ങയും വറുത്ത് വെച്ചതാണ്. അതിൽ ഞാൻ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിന്. കറിവേപ്പിലയും 2 ചെറിയ ഉള്ളിയും ഇതിൽ ഈ തേങ്ങ വറക്കുമ്പോൾ അതിലിട്ടിന്. പിന്നെ അതിൽ വേണ്ടത് 2 ഉള്ളി, 2 തക്കാളി, ഒരു 5 പച്ചമുളക്, കറിവേപ്പില. ഇതാ ഞാൻ ചിക്കൻ മല്ലിയെല്ലാം അരച്ചു ഇതാക്കി ഇതാ ചിക്കൻ ഇതിൽ വെച്ചു. തക്കാളി, ഉള്ളി, പച്ചമുളക് എല്ലാം ഇതിലിട്ടു. ഉപ്പ് പാകത്തിനിട്ടു. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇത് വേവിച്ചൊന്നെടുക്കുക. എന്നിട്ടാണ് തേങ്ങ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇത് ചിക്കൻ നന്നായി വെന്തതിന് ശേഷമാണ് തേങ്ങ വറുത്തരച്ചത് ഇതിൽ ഒഴിക്കേണ്ടത്. ചിക്കൻ നന്നായി വേവുന്നുണ്ട്. ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ചിക്കന്റെ പാർട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നെയ്പ്പത്തലാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യലെന്ന് വിചാരിച്ചാല് പുഴുങ്ങലരി പൊന്നി അരിയാണ് എടുത്തത്. അത് തലേന്ന് വെള്ളത്തിലിട്ടിട്ട് 1 ഗ്ലാസ് പൊന്നിയരി വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് അത് രാവിലെ അരക്കും. ഇത്തിരി വെള്ളം ചേർക്കും. അതിൽ തേങ്ങയും പെരിഞ്ചീരകവും ചെറിയ ഉള്ളി. അതിലേക്ക് ഞാനുണ്ടല്ലോ നൂൽപുട്ടിന്റെ പൊടിയാണ് ഇട്ടത് കേട്ടോ. അത് എത്രയോ വേണ്ട അതിനനുസരിച്ചിട്ട് നൂൽപുട്ടിന്റെ അത് എത്രയോ ഓരോരാളെ അളവ് പോലെ നോക്കിയിട്ട് പൊടിയിടുക. പിന്നെ ഇത് ഈ ഇതിനാക്കിയ അരിയില്ലേ, ഞാൻ അരച്ചു എന്ന് പറഞ്ഞ അരി പൊന്നിയരി തന്നെ എടുക്കണം എന്നൊരു നിർബന്ധമില്ല. റേഷൻ അരി ആയാലും ഏത് അരിയായാലും കുഴപ്പമില്ല. പിന്നെ അത് അധികം മൊതിയരുത്. ഒന്ന് നല്ല ശരിക്കും ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ. എന്നിട്ട് അത് മിക്സ് ആക്കിയിട്ടാണ് നെയ്പ്പത്തൽ ഞാൻ ചുടാൻ പോകുന്നത്. ഇതാ ഇതുപോലെ ആയി കൂട്ട്. ഞാൻ നെയ്പ്പത്തലിന് പരത്തുവാണ്. ഇതുപോലെ നല്ലോണം മിക്സാക്കി ഇതാക്കി വെച്ചു. ഇനി ഇതായി ചെറിയ ചെറിയ ബൗൾ ഞാൻ ചെറിയ പത്തിരിയാണ് ആക്കുന്നത്. ഇതിങ്ങനെ ആക്കിയിട്ട് ചെറിയ വലുപ്പത്തിലുള്ള ചെറിയ പത്തിരി ഇങ്ങനെ ആക്കിയിട്ട് എണ്ണയിലിടും. ചിക്കൻ കറി ഇങ്ങനെ നാടൻ ചിക്കൻ കറിയും നെയ്പ്പത്തലും റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം.